പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. ഈ പ്രഭാതവേള എങ്ങനെയുണ്ട്? രാവിലെ തോറും ദൈവത്തിന്റെ കൃപ പുതിയതായിരിക്കുന്നു. ഓരോ ദിവസത്തിനും വേണ്ട കൃപകളെ ദൈവം തന്ന് ആ ദിവസം നമ്മെ താങ്ങി നടത്തുന്നതിന് യേശു സഹായിക്കുന്നു. അതിന് നാം യേശുവോടൊത്ത് നടക്കേണ്ടതാണ്. ഈ കാലം വേദപുസ്തകത്തിൽ പറയുന്നു അവസാന കാലമാണ് എന്ന്. യേശുക്രിസ്തുവിന്റെ വരവും ലോകാവസാനവും സമീപമായിരിക്കുന്നു. അതിനുള്ള അടയാളങ്ങളെക്കുറിച്ച് യേശു പറയുമ്പോൾ പല സ്ഥലങ്ങളിലും വലിയ ഭൂമികുലുക്കങ്ങളുണ്ടാകും, പകർച്ചവ്യാധികളുണ്ടാകും, യുദ്ധങ്ങളുണ്ടാകും, ക്ഷാമങ്ങളുണ്ടാകും. ഇവയെല്ലാമാണ് പ്രധാനപ്പെട്ട അടയാളങ്ങൾ എന്ന് യേശുക്രിസ്തു പറഞ്ഞു. അത് കണ്ടല്ലോ, കൊറോണ എന്നൊരു പകർച്ചവ്യാധി ഈ ലോകം മുഴുവനും പടർന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുപോയി. ഇപ്പോൾ ലോകത്തെ ബാധിക്കുന്നത് പോലെ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. പല നാടുകളും യുദ്ധത്തിൽ പങ്കുചേർന്നിരിക്കുന്നതും ലോകം മുഴുവനും യുദ്ധം കാരണം സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും നാം ഇപ്പോൾ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അതേപോലെ വലിയൊരു ക്ഷാമം, ലോകം മുഴുവനും ബാധിക്കപ്പെടുന്നത് പോലെയുള്ള ഒരു ക്ഷാമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. യേശു പറഞ്ഞ വാക്ക് പ്രകാരം അത് നടക്കും. അയ്യോ, ക്ഷാമം വന്നാൽ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുകയാണോ നിങ്ങൾ? ദൈവം വാക്ക് തന്നിരിക്കുന്നു. 33-ാം സങ്കീർത്തനം 19-ാം വാക്യത്തിൽ അവരുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിക്കാനും തന്നെ. ക്ഷാമകാലത്ത് നിങ്ങളെ ജീവനോടെ രക്ഷിക്കാൻ കാത്തു സൂക്ഷിച്ച് നടത്താൻ ദൈവത്തിന്റെ കണ്ണ് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആരെ വിടുവിക്കും? നീതിമാന്മാരെ. ഒരു വ്യക്തി തന്നെ നീതിമാനായി ജീവിക്കാൻ സമർപ്പിച്ച് ദൈവത്തോടു കൂടെ നടക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റും ക്ഷാമമുണ്ടായാൽ പോലും ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിച്ച് പോഷിപ്പിച്ച് നടത്തും. അതാണ് വാഗ്ദത്തം. വേദപുസ്തകം വായിച്ചു നോക്കൂ. ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ക്ഷാമമുണ്ടായി, വലിയൊരു ക്ഷാമക്കാലം. യഹോവ പറഞ്ഞതുപോലെ ഏലിയാവിന്റെ കാലത്ത് വലിയ ഒരു ക്ഷാമമുണ്ടായി. ഒരു പാവപ്പെട്ട വിധവ, അവൾ വിചാരിച്ചു, ഈ ക്ഷാമകാലത്ത് എനിക്ക് ജീവിക്കാനാവില്ല. അവസാനമായി കുറച്ച് മാവും കുറച്ച് എണ്ണയും ബാക്കിയുണ്ട്, അതുകൊണ്ട് ദോശയുണ്ടാക്കി കഴിച്ച് മരിക്കാൻ പോവുകയാണ്. വിശ്വാസം നഷ്ടപ്പെട്ട സ്ഥിതിയിലായിരുന്നു. ദൈവം ആ വിധവയെ സഹായിക്കാനായി ഒരു പ്രവാചകനെ അയച്ച് ക്ഷാമകാലം മുഴുവനും യഹോവ അവളെ പോഷിപ്പിച്ച് സംരക്ഷിച്ചു എന്ന് വേദപുസ്തകത്തിലുണ്ട്. ക്ഷാമകാലത്ത് ദൈവദാസനായ ഏലിയാവിനെ പോഷിപ്പിക്കാൻ യഹോവയൊരു കാക്കയെ അയക്കുന്നു, ഒരു വിധവയിലൂടെ പോഷിപ്പിക്കുന്നു. അതല്ല എങ്കിൽ ഒരു ദൈവദൂതനെക്കൊണ്ട് യഹോവ പോഷിപ്പിച്ച് സംരക്ഷിക്കുന്നു. അപ്പോൾ ക്ഷാമകാലത്തും നമ്മെ സംരക്ഷിക്കാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് ഇതുപോലെയുള്ള ക്ഷാമങ്ങളും ബാധിപ്പുകളും ഉണ്ടാകുമ്പോൾ തളരുവാൻ പാടില്ല, ഭയപ്പെടാൻ പാടില്ല. അവസാന കാലം ഇങ്ങനെ തന്നെയായിരിക്കും. ഈ സാഹചര്യത്തിൽ നമ്മെ സംരക്ഷിക്കുവാനും പോഷിപ്പിക്കുവാനും നമ്മെ കാത്തു സൂക്ഷിച്ച് നടത്തുവാനും യേശു നമ്മോടൊപ്പമുണ്ട്. ആ വിശ്വാസത്തെ കൈവെടിയരുത്. ഇപ്പോഴേ ഞങ്ങളുടെ ജീവിതത്തിൽ ക്ഷാമമാണ്. ഒരു വശത്ത് പണം, കഷ്ടം, പ്രശ്നം, ആവശ്യങ്ങൾക്ക് എന്തു ചെയ്യുമെന്നറിയില്ല. ക്ഷാമത്തിൽ അകപ്പെട്ടതുപോലെയാണ് ഉള്ളത്. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തതുപോലെയാണ് ഉള്ളത് എന്നെല്ലാം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ? ദൈവം പറയുന്നു, എൻ്റെ മകനെ, മകളെ, നിന്റെ ഈ പ്രയാസകരമായ ക്ഷാമകാലത്ത് ഞാൻ നിന്നെ പോഷിപ്പിക്കും, നിന്നെ ഉടുപ്പിക്കും, നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റും, നിന്നെ പരിപാലിക്കുമെന്ന് ദൈവം പറയുന്നു. അതുകൊണ്ട് വിഷമിക്കരുത്, ഭയപ്പെടരുത്. യഹോവയെ മുറുകെ പിടിക്കൂ. എനിക്ക് അങ്ങയെ മതി, എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി നടത്തണമേ എന്ന് വിശ്വാസത്തോടെ പറയൂ. അത്ഭുതകരമായി നടത്തും. പ്രാർത്ഥിക്കാമോ? പിതാവേ, ക്ഷാമകാലത്തും ഞങ്ങളെ സംരക്ഷിച്ച് വഴി നടത്തുന്ന ദൈവമായിരിക്കുന്നു അങ്ങ്. ഈ മകനും ഈ മകളും ഞെരുക്കമുള്ള ആവശ്യങ്ങളുടെ നടുവിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ക്ഷാമകാലത്തെപ്പോലെ ബാധിക്കപ്പെട്ട പരിതസ്ഥിതിയിൽ അങ്ങ് വാക്ക് തന്നതുപോലെ ഇന്ന് അവർക്കൊരത്ഭുതം ചെയ്യണമേ. അവരുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് നിറവേറ്റണമേ. അവരുടെ ദാരിദ്ര്യത്തെ മുഴുവനായി മാറ്റണേ. അങ്ങയുടെ വാഗ്ദത്തപ്രകാരം ആശീർവദിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ